മകന്റെ മരണകാരണം ചാറ്റ് ബോട്ട് നൽകിയ ഉപദേശം, പരാതി നൽകി മാതാപിതാക്കൾ. കാലിഫോർണിയ തങ്ങളുടെ മകൻ മരിക്കാൻ കാരണം ചാറ്റ് ബോട്ട് നൽകിയ ഉപദേശമാണെന്ന് ആരോപിച്ച് ഓപ്പൺ എക്കെതിരെ പരാതി നൽകി മാതാപിതാക്കൾ. കാലിഫോർണിയ സ്വദേശിയായ 19-കാരനായ സാം നെൽസൺ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശത്തിനായി ഒരു ചാറ്റ് ബോട്ട് ഉപയോഗിച്ചിരുന്നതായും ചാറ്റ്ജിപിടിയാണ് തങ്ങളുടെ മകനെ അപകടകരമായ രീതിയിൽ മരുന്ന് ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചതെന്നുമാണ് മാതാപിതാക്കളായ ലീല ടർണർ സ്കോട്ടും ആംന സ്കോട്ടും പറയുന്നത്. സാൻ ഫ്രാൻസിസ്കോയിലെ കോടതിയിൽ ഫയൽ ചെയ്ത കേസ് പ്രകാരം വ്യത്യസ്ത മരുന്നുകളുടെ ശരിയല്ലാത്ത സംയോജനമാണ് 2025 മെയിൽ നെൽസന്റെ മരണത്തിൽ കലാശിച്ചത്. സാമ്പത്തിക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സമർപ്പിച്ച കേസിൽ ജനുവരിയിൽ ഓപ്പൺ എ കമ്പനി പ്രഖ്യാപിച്ച ഒരു പ്ലാറ്റ്ഫോമായ ചാറ്റ്ജിപിടി ഹെൽത്ത് താൽക്കാലികമായി നിർത്താനും കോടതിയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് മെഡിക്കൽ രേഖകൾ അപ്ലോഡ് ചെയ്യാനും വ്യക്തിഗത ആരോഗ്യ ഉപദേശം സ്വീകരിക്കാനും അനുവദിക്കുന്ന ചാറ്റ്ജിപിടി ഹെൽത്ത് കഴിഞ്ഞ ജനുവരിയിലാണ് പുറത്തിറങ്ങിയത്. 40 ദശലക്ഷം ആളുകൾ ദിവസവും ഈ പ്ലാറ്റ്ഫോമിൽ കയറി ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കാലിഫോർണിയ സ്വദേശിയായ 19-കാരനായ സാം നെൽസൺ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശത്തിനായി ഒരു ചാറ്റ് ബോട്ട് ഉപയോഗിച്ചിരുന്നതായും ചാറ്റ്ജിപിടിയാണ് തങ്ങളുടെ മകനെ അപകടകരമായ രീതിയിൽ മരുന്ന് ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചതെന്നുമാണ് മാതാപിതാക്കളായ ലീല ടർണർ സ്കോട്ടും ആംന സ്കോട്ടും പറയുന്നത്. സാൻ ഫ്രാൻസിസ്കോയിലെ കോടതിയിൽ ഫയൽ ചെയ്ത കേസ് പ്രകാരം വ്യത്യസ്ത മരുന്നുകളുടെ ശരിയല്ലാത്ത സംയോജനമാണ് 2025 മെയിൽ നെൽസന്റെ മരണത്തിൽ കലാശിച്ചത്. സാമ്പത്തിക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സമർപ്പിച്ച കേസിൽ ജനുവരിയിൽ ഓപ്പൺ എ കമ്പനി പ്രഖ്യാപിച്ച ഒരു പ്ലാറ്റ്ഫോമായ ചാറ്റ്ജിപിടി ഹെൽത്ത് താൽക്കാലികമായി നിർത്താനും കോടതിയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് മെഡിക്കൽ രേഖകൾ അപ്ലോഡ് ചെയ്യാനും വ്യക്തിഗത ആരോഗ്യ ഉപദേശം സ്വീകരിക്കാനും അനുവദിക്കുന്ന ചാറ്റ്ജിപിടി ഹെൽത്ത് കഴിഞ്ഞ ജനുവരിയിലാണ് പുറത്തിറങ്ങിയത്. 40 ദശലക്ഷം ആളുകൾ ദിവസവും ഈ പ്ലാറ്റ്ഫോമിൽ കയറി ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ.